കേൾക്കുന്നില്ലേ? ഹലോ, അതിന് മമ്മി എനിക്കിപ്പോ ലീവില്ല. വിവാഹോ? അതിപ്പോ വേണ്ട മമ്മി. ഹലോ ഹലോ, അത് നാട്ടിലേക്ക് നമ്മൾ ചെല്ലണമെന്ന മമ്മി പറയുന്നത്. കുറെ കല്യാണങ്ങൾ നടക്കുന്നുണ്ടത്രേ. നോക്കൂ ചേച്ച, കഴിഞ്ഞ 4 വർഷമായി മുത്തുപിറകായി ജയിക്കാൻ കഴിഞ്ഞു. കുറെ അറിയാൻ സാധിക്കുന്നു. നിനക്ക് ആ പഴയ സ്നേഹം എന്നോ ഇനി നാട്ടിൽ പോയി വേറെ പെണ്ണ് കെട്ടാനാണ് നിന്റെ വിചാരമെങ്കിൽ അതിനു മുമ്പ് നിന്നെ ഞാൻ വിളിക്കും. ഓ മടുത്തു. നിനക്ക് എന്നെ വെറുതെ വിടാവോ? അല്ലെങ്കിൽ വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി ഞാൻ നിന്നെ വിവാഹം ചെയ്യും. വിവാഹം 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 കേട്ട് കേട്ട് ഞാൻ മടുത്തു. കുടുംബബന്ധങ്ങളുടെ ഉയർക്കുറിക്കപ്പെടാതെ അടിച്ചു പിടിച്ച് ജീവിക്കാമെന്ന് വാക്ക് തന്നവരല്ലേ നീ. എന്നിട്ടിപ്പോ നിനക്ക് ആ പഴച്ച കുടുംബം വേണമോ? അങ്ങനെ ആരുടെ അടിമയെ ജീവിക്കാനേ എന്നെ കിട്ടും. പക്ഷേ നിങ്ങൾക്ക് എന്ത് വേണം? ഞാൻ മഹാഭാവിയാണ്. ഞാൻ എന്ത് ചെയ്യണം? എനിക്കിനി ജീവിക്കണം. ഇത് നമ്മുടെ ജെയ്സണല്ലേ? എടാ ജെയ്സൺ, നിനക്കെന്ത് പറ്റി? തോമസ് സാറേ, ഇത് നമ്മുടെ ജെയ്സണാണ്. സാർ ഓർക്കുന്നില്ലേ? സാറ് ഞങ്ങളെ 12ാം ക്ലാസ്സിൽ വേദോടെ പഠിപ്പിച്ചിട്ടുണ്ട്. ജെയ്സൺ, ഓർക്കുന്നുണ്ട്. നിനക്കെന്ത് പറ്റിയതാ മോനെ? സാറ്, ഞാൻ നശിച്ചു. കൂലിപ്പണിക്കാരൻ അപ്പനും കിടപ്പാടിച്ചിട്ട് എന്നെ ഈ ക്യാനലിലേക്ക് എത്തിച്ചത്. ഇവിടെ വന്നപ്പോ എല്ലാ സുഖങ്ങൾക്കും വേണ്ടി ഞാൻ ഓടി. ഞാൻ നശിച്ചു. ദൈവം കൂതാശകളൊക്കെ എന്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സമായിരുന്നു. ഞാൻ നശിച്ചു. എനിക്കിനി രക്ഷയില്ല. എനിക്കിനി ജീവിക്കണ്ട.
ഇവിടെ വെച്ച് നമ്മൾ തോമസ് സാറിനെ കാണാൻ സാധിച്ചില്ലേ? സാരമില്ലടാ, തെറ്റിപ്പറ്റാത്തവരായി ആരാ ഉള്ളത്? നമ്മുടെ ദൈവം കരുണയുള്ളവനാ. പടിയിറങ്ങിപ്പോയ മകനെ കാത്ത് പടിവാതിക്കലിലേക്ക് കണ്ണു നട്ടിരിക്കുന്നവനാ അവൻ. ആ പിന്നെ എൻ്റെ മകനും ഇവിടെയുണ്ട്. ഞാനിവിടെ വന്നിട്ടിപ്പോൾ 2 മാസമായി. അടുത്ത മാസം തിരിച്ചു പോവുകയും ചെയ്യും. അതിനു മുമ്പ് ഇവരെയൊക്കെ ഒന്ന് കണ്ട് ഒരുമിച്ചിരുന്ന് അല്പനേരം പ്രാർത്ഥിക്കാമെന്ന് കരുതി ഇറങ്ങിയതാ. ആ പിന്നെ വേറൊരു കാര്യം, ഞാൻ വേദപാഠം പഠിപ്പിച്ച കുട്ടികളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ അതിലൂടെ സാധിക്കും. അതിനുവേണ്ടി ഞാൻ നിങ്ങളെയൊക്കെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എടാ ജെയ്സ, ഈ വചനത്തിലും വിശുദ്ധ കുർബാനയിലും നമ്മുടെ കൂടി വസിക്കുന്ന ഇത്രമാത്രം സ്നേഹം നൽകുന്ന നമ്മുടെ ഈശോയെ ലോകത്ത് എവിടെയായാലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോടാ? ജയ്സ, എടാ ഞങ്ങൾക്കും ഇതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള പരിഹാരവും ഇല്ലെന്ന്. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞാൻ ദേവാലയത്തിലേക്ക് അവിടെ പോയി ആ ദിവ്യകാരണത്തിന് മുമ്പിലിരിക്കും. ആ സാമീപ്യം, ആ ചൂട് അനുഭവിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മഞ്ഞുപോലെ ഒഴുകും. ഇതൊക്കെയല്ലടാ 12 വർഷം വേദപാഠ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ തോമസ് സാറിനെ വിളിക്കും. സാറിന്റെ ഓരോ വാക്കും എന്റെ മനസ്സിൽ വല്ലാതെ കുളിർമ നൽകും. പിന്നെ സാറേ, ഞാനിവിടെ വേദപാഠം പഠിപ്പിക്കുന്നു. എനിക്ക് സന്തോഷമായി. 3 യോഹന്നാൻ 1:4 പറയുന്നത് പോലെ എൻ്റെ മക്കൾ സത്യത്തിലാണ് ജീവിക്കുന്നതെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കുണ്ടാകാനില്ല. സാറേ, ഞാനിവിടെ വന്നപ്പോ വലിയൊരു മായാലോകത്ത് വിട്ടുപോയി. ഞാൻ എന്റെ ദൈവത്തെ മറന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി. മാപ്പ് മാപ്പ്. ഞാൻ ഈ നാട്ടിൽ പോകും. എനിക്ക് പുതിയൊരു ജീവിതമാണ്. എന്റെ യേശുവിന്റെ കൂടെയുള്ള ജീവിതം. മോനെ,